ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. രാവിലെ ഇപ്പോൾ ഒരു 7:15 ആയിട്ടുള്ളൂ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നു. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ ഇവിടുത്തെ ഒരു ഫിഷ് മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോൾസെയിൽ, അതായത് മീനൊക്കെ വരുന്ന സ്ഥലമില്ലേ, ഹാർബർ, മത്സ്യബന്ധന തുറമുഖ ഭാഗത്ത് പോയിട്ട് അവിടെ മീനുകൾ ഭയങ്കര രാവിലെ വരുന്ന ബോട്ട്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ വിഴിഞ്ഞമൊക്കെ പോലെ അതിൻ്റെക്കാട്ടിലും കുറച്ചുകൂടെ വലുതാണെന്ന് തോന്നുന്നു. ഒരുപാട് വാഹനങ്ങളൊക്കെ ആയിട്ട് ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു കോസ്റ്റൽ ഏരിയ ആണ്. കോസ്റ്റൽ ഒരു ഭാഗമാണ് മാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ തന്നെ കടലോര പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫിഷിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. ഇവിടുത്തെ ഭക്ഷണ സംസ്കാരത്തിനും മീൻ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പലതരം മീനുകൾ കാണാം. എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകണം. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റും, ഇത് ലോക്കൽ മാർക്കറ്റല്ല കേട്ടോ, ഇത് മറ്റേ ലേലത്തിൽ കൊണ്ടുപോകുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തായാലും പോവാം. അവിടത്തേക്ക് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോവാം. കാര്യം അവിടെ വാഹനമൊക്കെ കൊണ്ടുപോകാൻ പാടാണ്. ഇപ്പോൾ രാവിലെ സമയം 7:15. ഞാനിപ്പോൾ റെഡിയായി നിൽക്കുന്നു. ഇനി പോയിട്ട് വരാം. ഓക്കെ, ആ വിശേഷങ്ങളെല്ലാം കാണാം. നമ്മൾ ഫിഷ് മാർക്കറ്റിൻ്റെ തിരക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞു. ഓ മൈ ഗോഡ്, ഇതൊരു സാധാരണ തിരക്കല്ല. ഇതെന്തോ മീനാ? ഇതൊക്കെ സിംഗിൾ ലേലം വിളി നടക്കുകയാണേ. ഭയങ്കര ലേലം വിളിയാണ് ഇവിടെ. നമ്മൾ കാണുന്ന ഒരു സാധാരണ മാർക്കറ്റല്ല. ഇത് 280 രൂപയുള്ളോ? ഇത് 200 രൂപ. ഇത്രയ്ക്കോ? ഇത്രക്കല്ല, കേജി തൂക്കിയാണോ കൊടുക്കുന്നത്? അത് ഹോൾസെയിൽ കൊടുക്കുന്നത്. അങ്ങനെ കൊട്ടയായിട്ട് കൊടുക്കും. അപ്പൊ 250 രൂപ കിലോ, 200 രൂപ കിലോ കൊഞ്ച്. ആ റേറ്റിനാണ് അവർ ഹോൾസെയിൽ കൊടുക്കുന്നത്. മാന്തല് 220 കിലോയ്ക്ക്. ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇവിടെ ലേലമില്ല. ഇവിടെ അപ്പുറമുണ്ട്, അതൊക്കെ ലേലം. ഇതിങ്ങനെ പറഞ്ഞു തന്നെ കൊടുക്കുകയാണ്. കിലോയ്ക്ക് 200, 250, എന്നിട്ട് കുട്ടക്കണക്കിന് കൊടുക്കും റേറ്റ് ഉണ്ട്. കൊഞ്ച് ഇഷ്ടംപോലെ ഉണ്ട്, മാന്തലുണ്ട്, അയല. ഇന്ന് കൊഞ്ച് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ആണോ? വെള്ള ആവോലി ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ ഉണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങൾ. അങ്ങോട്ട് നോക്കട്ടെ. ഇന്ന് വെള്ള ആവോലി ധാരാളം ഉണ്ടെന്ന് പറയുന്നു. ഇത് നെത്തോലി പോലെ ഇരിക്കുന്നു, പക്ഷെ കുറച്ചുകൂടെ പരന്നായിരിക്കുന്നത്. കൊഴുവാ? ഇവർക്ക് വേറെ പേരാണല്ലോ. ഒരു ഷെൽ ഫിഷ് ഇല്ലേ, അതാണ്. പിന്നെ ഇല്ലാത്ത മീനൊന്നുമില്ല, എല്ലാ ടൈപ്പും ഉണ്ട് കാര്യങ്ങൾ. ഇത് ലേലമളി പ്രകൃതിയിൽ നടക്കുന്നു. ഭയങ്കര തിരക്കാണേ ഈ ഭാഗത്ത്. കംപ്ലീറ്റ് കുട്ടി അയലയും അതുപോലെ കുഞ്ഞ് വെള്ളാവോലി, വലിയ വെള്ളാവോലി, അത് കുറേ ഉണ്ട്. ഇവിടെ ഭയങ്കര ക്രൗഡ് സീനാണ്, ക്രൗഡ് സീൻ. ഇതെനിക്ക് മനസ്സിലായില്ല ഇതെന്ത് മീനാണെന്ന്. അറിയുന്നവർ പറയണേ. ഇതെന്ന് മലയാളം അറിയോ? ഇത് നെത്തോലിയാണോ? അല്ല, സിൽവർ എന്നാണോ പറയുന്നത്? നെത്തോലിയുടെ ടൈപ്പാണ് അല്ലേ? അതെന്റെ വേറെ ടൈപ്പ്. സിൽവർ ബോലഞ്ചേരിയാ. സിൽവർ ഇംഗ്ലീഷിൽ സിൽവർ ഫിഷ് എന്ന് പറയും. ബോലഞ്ചേരി എന്ന് ഇവരുടെ ഭാഷയിൽ പറയും. വേണ്ട വേണോന്നാണ് ചോദിക്കുന്നത്. പിന്നെ നോക്കിയേ, കുറേ ഉണ്ട്, കുറേ നവരയുണ്ട്, പിന്നെ കുട്ടക്കണക്കിന് എന്തൊക്കെ ഫിഷ് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും ഫിഷ് ഞാൻ ഒരിടത്തും കണ്ടില്ല. ഇങ്ങനെ ഇവിടെ കിങ് ഫിഷിൻ്റെ ഒരു കളക്ഷൻ, വലുതും ചെറുതും പല സൈസിലുള്ളത്. ഇതെല്ലാം എന്നാ വില? എന്ത് വില? 1000 രൂപ ഫോർ kg. 1 kg 1000. ഇതെല്ലാം എനിക്കൊണ്ട് ലേലൊക്കെ പിടിച്ചിട്ട് പിന്നെ കൊണ്ടുവരുന്നതാണ്. ഇത് കിലോ കുറച്ചുകൂടെ ചെറുതായതുകൊണ്ട് 650 per kg. ഇത് എന്ത് ഫിഷ്? ഇംഗ്ലീഷ് പേര് കൊട്ടൈ. ഇംഗ്ലീഷ് പേര് ഇംഗ്ലീഷ് പേരും കൊട്ടയാണോ? അതേ അറിയില്ല. വലിയ നെമ്മി നോക്കിയേ, ബിഗ് 350. അത്രേ ഉള്ളൂ. ഇതോ? ഇതിന് ഒരെണ്ണത്തിനാണോ 350? മൊത്തം 350 ഉള്ളോ? അയ്യോ, ഈ 6 നിമീനും കൂടി ചേർത്ത് 350 രൂപയ്ക്കാണ് കൊടുക്കാൻ പോണതെന്ന് പറഞ്ഞത്. ഇത് ലേലത്തിൽ എടുത്തിട്ട് അവർ വിൽക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ വലിയ നെമ്മീൻ. അഞ്ചൽ ഫിഷ്, അഞ്ചൽ എന്നാണ് ഇവർ നെമ്മീൻ പറയുന്നത്. വാ, ഇഷ്ടം പോലെ ഉണ്ട്. ടൈഗർ പ്രോൺസ്. വേണ്ട, കാണാൻ വന്നതാ. കേരള, ട്രിവാൻഡ്രം.
കേട്ടോ. ടൈഗർ ഫിഷ്, ടൈഗർ പ്രോൺസ്, മാന്തൽ ബിഗ് വൺസ്. അയല ഇഷ്ടം പോലെ ഉണ്ട്. അയല എന്ത് വില കിലോയ്ക്കാ? 300, 330. അത് വെള്ള ഒരു ഇത് നിങ്ങൾ ലേലം കഴിഞ്ഞിട്ടാണല്ലേ? മനസ്സിലായില്ല, ഭാഷ ഒരു പ്രശ്നമാണ്. ഓ, ഇതാണ് ഇവിടെ നിന്നാണ് എടുത്തിട്ട് വന്നത്. അത് ഓക്കെ. ഇത് മീൻ വേണ്ട, ഇവിടെ അല്ല ഇത് ഓക്കെ. ഇതല്ല, ഇവര് ലേലത്തിൽ എടുത്തു, അത് കഴിഞ്ഞിട്ട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഓ, ഇങ്ങനെ കാണിക്കണം എന്നാണ് പറയുന്നത്. ടൈഗർ പിന്നെ കുറേ വെറൈറ്റീസ്. ഇത് കുട്ടി അയലാസ് കൂട്ടിയിട്ടിരിക്കുന്നു. ഇവരെല്ലാം ലേലത്തിൽ എടുത്തിട്ട് വിൽക്കാൻ വെച്ചിരിക്കുവാണ്. പിന്നെ എൻ്റെ ദൈവമേ, നിരത്തിയിട്ടിരിക്കുകയാണ്. ഓഹോ, ഞണ്ടിൻ്റെ ഇത് സ്രാവ്, ഒരു കുട്ടി സ്രാവാണ്. കുട്ടി സ്രാവ്. പിന്നെ വലിയ സ്രാവൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോയാൽ. അതെ, ഇത് നോക്കി, ഇവിടെ മുഴുവൻ കാണാവാ, അല്ലാത്ത കറുത്ത ആവോലി, കൊഞ്ച് ഇഷ്ടം പോലെ ഒന്ന് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞേ. 550. നല്ല വില ലാഭമുണ്ട് കേട്ടോ, ഭയങ്കര. പിന്നെ വെള്ള ആവോലി ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഇത്രയും മീൻ കണ്ടിട്ടില്ല, ഒരു ഹാർബറിൽ പോയി കണ്ടിട്ടില്ല. ടു മച്ച് വെറൈറ്റിയും ഭയങ്കര, ഒരു രക്ഷയില്ല. എല്ലാ വെറൈറ്റി. ഇത് നോക്കൂ, ഞണ്ടിൻ്റെ പല വെറൈറ്റീസ്. ബ്ലൂ ക്രാബ്, റെഡ്, ബ്ലൂ, പല കളേഴ്സിലുണ്ട് ഇവിടെ. കൂന്തലുണ്ട്. പിന്നെ നമ്മുടെ ഇതൊക്കെ ഇപ്പം ഐസ് ഇട്ടതേ ഉള്ളൂ അവർ. പിന്നെ രണ്ടാമത് മാന്തൽ ഇവിടെ ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് നോക്കൂ, ഓ വലിയ മീന്, വലിയ സ്രാവ്, ബിഗ് ഫിഷിൻ്റെ ഒരു ഏരിയ. ഓഹോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരോടൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, ഭാഷ അറിയില്ലല്ലോ. ഏത് മീന്, എന്ത് പേര് എന്നൊക്കെ. ഇവിടുത്തെ പേര് വേറെയാണല്ലോ, സോ ഡിഫറെൻറ്റ്. ഇത് തേർഡാണെന്ന് തോന്നുന്നു, മറ്റേ മീശയുള്ള മീൻ. തേർഡ് സറോൾ ബിഗ് ഫിഷ്. ഇവിടെ ഇഷ്ടം പോലെ. ഈ സൈഡ് നോക്കേ, ആവോലി തന്നെ പല വെറൈറ്റീസ് ഓഫ് ആവോലി. വൈറ്റ്, ബ്ലാക്ക് അല്ല, ഇത് മിക്സ്ഡ് കളർ. വൈറ്റ് ആൻഡ് ബ്ലാക്ക്, വെള്ള, ചെറുത്, വലുത്, പല സൈസ്. ഞാൻ ആകെ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്കേ കണ്ടിട്ടു. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഗ്രേ കളറിൽ വരുന്നത്. ചൈനീസാ? ഓ, ഇത് ചൈനീസ് പോംഫ്രറ്റ് ആണ്. ഓക്കെ. ഇവിടെ കുറേ മലയാളികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. അതൊക്കെ അന്തരീക്ഷത്തിലെ മലിനീകരണം, ബോട്ടിൽ നിന്നുള്ള പുക പോണ ഇതൊക്കെ ഭയങ്കര ഡാർക്ക് ഫ്യൂംസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ ബോട്ട്സിലൊക്കെയാണ് മീൻ വന്നിരിക്കുന്നത് ഇവിടെ. അതായത് ലേലം വിളി ഒരു സൈഡിൽ കാര്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് നടന്നു. അത് കഴിഞ്ഞിട്ട് മേടിച്ചവരെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുന്നു. അവർ പിന്നെ വിൽക്കുമ്പോൾ അവർ കിലോയുടെ കണക്ക് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. മറ്റത് കുട്ട കണക്കിനാണ് ലേലം. വേണ്ട, എന്നോട് എല്ലാവരും ചോദിക്കുന്നു വേണ്ട. ഇവിടെ അല്ല. ഓ, ശരി. ഇത് നോക്കിയേ, ഇത് കോര ഫിഷ്. നമ്മുടെ കോര, ഇവരുടെ പേര് വേറെ ആയിരിക്കും. ഇവിടെ നോക്കൂ, ക്ലീനിങ് ആണോ? എന്ത് ചെയ്യുന്നേ? ഓ, തല കട്ട് ചെയ്ത് എടുക്കുന്നു. നോക്ക്, ഇതെന്ത് മീനാണോ? ഇത് തല മാത്രം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇങ്ങനെ എടുക്കും. ഇത് പഫർ ഫിഷ് തന്നെയാണ് കേട്ടോ. പഫർ ഫിഷ് ഞാൻ മനസ്സ് വിചാരിച്ച തന്നെയാണ്. പക്ഷേ അതിൻ്റെ തല പോയാൽ നല്ലതാവുമെന്നാണ് പറയാം. തലയും കൂടി ഉണ്ടെങ്കിൽ വിഷമാണ്. അതുകൊണ്ട് തല മാറ്റി കളയുകയാണ്. ഇത് തലയുടെ ആവശ്യത്തിനല്ല, തല കളയുകയാണ്. സോ തല കട്ട് ചെയ്താൽ അതിൻ്റെ ഫ്ലഷ് ബാക്കി ഭാഗം നല്ലതാണ്. പഫർ ഫിഷ് ഇങ്ങനെ പെരുകുന്ന ഒരു ഫിഷില്ലേ, പഫർ ഫിഷ്. സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത് ഇത് കുറച്ച് പോയ്സണസ് ഫിഷാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ തലയാണ് പ്രശ്നം. തല മാറ്റി, അതുകൊണ്ട് തല ഇങ്ങനെ കട്ട് ചെയ്ത് കളയുവാണ്. ഒരു ഏരിയയിൽ അതാ നടക്കുന്നത്. എൻ്റെ പഫർ ഫിഷ് ഇങ്ങനെ തല കളയാനാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബാക്കി ശരീരഭാഗം എടുക്കും, അതായത് മാംസഭാഗം. എന്ത് ഫാസ്റ്റായിട്ട് ചെയ്യുന്നു! അയ്യടാ, ഇത് നോക്ക്, പഫർ ഫിഷിനെ ആരും കളയുന്നില്ല കേട്ടോ. ഇതാണ് നമ്മുടെ നാട്ടിലെ മങ്കട. ഓക്കെ. മാന്തൽ ഇഷ്ടംപോലെ ഉണ്ട്, കൊഞ്ച്, പിന്നെന്താ ചെറിയ ക്രാബ്, മിനി ക്രാബ്. യെസ്. അയല. ഇതെല്ലാം പിന്നെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എല്ലാം ഐസൊക്കെ ഇട്ട്. ഇനി വാഹനങ്ങളിൽ കയറ്റിയാൽ മതി. പല സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ടാണ്. ഇനി ലോറികളിൽ കയറ്റി കൊണ്ടുപോകുമല്ലോ കുറേ. ഇതൊരു വലിയൊരു ഫിഷിംഗ് ഹാർബറാണ്. ഇവിടെ നിന്ന് ഇഷ്ടം പോലെ കാര്യങ്ങൾ പോകുന്നുണ്ട് പല സ്ഥലത്ത്. നമ്മുടെ കേരളത്തിലേക്കും വരുന്നുണ്ട്. ഇവിടെ നിന്ന് മംഗലാപുരത്ത് നിന്ന് വരുന്ന ഫിഷ് എന്നൊക്കെ പറയും.
ഒരു രക്ഷയില്ലാത്ത സ്ഥലം, അടിപൊളി, വെറൈറ്റീസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് മീൻ കണ്ട് തകർക്കാം. ഇവിടെ ഐസിന് ഏറ്റവും ഡിമാൻഡുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ക്രഷിങ് മെഷീനുണ്ട്, ഐസുണ്ട്. എല്ലാവരും ഫ്രഷ് ഫിഷ് വന്നാലും കട്ടക്കണക്കിന് ഇഷ്ടംപോലെ ഐസ് പൊടിച്ചിട്ടിട്ടല്ലേ കൊണ്ടുപോകണേ, പാക്ക് ചെയ്ത്. ബോട്ട്സൊക്കെ വന്ന് നിൽക്കുന്ന ഏരിയയിലേക്ക് നമ്മൾ എത്തി. ഇതിൽ നിന്നാണ് ഈ മീനെല്ലാം പുറത്തേക്ക് വരുന്നത്. ആ ബോട്ടിൽ കൂടുതൽ വന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഓ, ലോഡ് കണക്കിന് ഇറക്കിക്കൊണ്ടിരിക്കുക. കുട്ട 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 കണ്ടോ ഫിഷ്. ഇത് തന്നെ സോർട്ട് ചെയ്യും എന്നിട്ട് ഏതൊക്കെ മീനാണെന്നുള്ളത്. ഇവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന ചെറിയ അയല. അതായത് ബോട്ടിനകത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ കളർ ഇങ്ങനെ ഇരിക്കുന്നത്, അതായത് മണ്ണിലെല്ലാം കുഴഞ്ഞു. പക്ഷെ ഇതെല്ലാം വാഷ് ചെയ്യും. ഇത് കട്ടിൽ ഫിഷ്, യെസ്, അതായത് കല്ലൻ കണവയും കട്ടിൽ ഫിഷ്, കൂന്തൽ, ബോൺലെസ് ഫിഷ് എന്നാണ് അവർ കട്ടിൽ ഫിഷ് പറയുന്നത്. ഈ കല്ലൻ കണവ അല്ലാത്ത കണവല്ല, സോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം വാഷ് ചെയ്യും കേട്ടോ, വാഷ് ചെയ്തിട്ടാണ് പാക്ക് ചെയ്തത്. ഇത് കംപ്ലീറ്റ് ബോട്ടിൽ നിന്ന് ഇറക്കി വെച്ചിരിക്കുകയാണ്. നവരയുടെ കളക്ഷനാണ്. നെത്തോലി കുറേ കോരുന്നു അവിടുന്ന്. ആ ബോട്ടിനകത്ത് മുഴുവൻ നെത്തോലി. എന്തോ സർപ്ലസ് ആയിട്ട് കാണാമെന്നറിയോ ഇവിടെ ഫിഷ്. മൈ ഗോഡ്. ബോട്ടിൽ വന്നിട്ട് അയ്യോ എല്ലാം അങ്ങനെ എടുക്കുകയാണ് കുട്ട കുട്ട കണക്കിന് ബോട്ടിനകത്തുനിന്ന് പുറത്തേക്ക്. ഏകദേശമൊക്കെ സോർട്ട് ചെയ്താണ് വരുന്നത്. പിന്നെ ഇനി ഒരു ചെറിയൊരു വാഷിംഗ് ഒക്കെ അവർ ചെയ്യും. എന്നിട്ടാണ് പിന്നെ ഐസൊക്കെ ഇട്ടിട്ട് പിന്നെ ലേലം, അത് കഴിഞ്ഞ് ഐസിടൽ. ഇത് നോക്ക്, വാളക്കുട്ടി. അതും ഉണ്ടോ? കുട്ടി വാള, കുട്ടി വാള, വാളയുടെ ചെറുത്. വാള സീസൺ ആകാൻ പോകണേ ഉള്ളൂ, പക്ഷെ ഇവിടെ വാള ഉണ്ട് കേട്ടോ. ഓലക്കണവ, ചെറിയ കണവ ക്ലീൻ ചെയ്ത് ഇത് ഓരോരുത്തരും മേടിച്ചിട്ട് കൊണ്ട് കൊടുക്കുന്നതാണ്. ക്ലീൻ എല്ലാം സ്കിന്ന് വരെ മാറ്റുന്നുണ്ട്. അതായത് ഇവിടെ കാണാൻ പറ്റാത്ത മീനൊന്നുമില്ല, പക്ഷെ ഇവരുടെ ലോക്കൽ നെയിംസ് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല. അത് കാരണം അങ്ങനെ എനിക്ക് ചോദിക്കാം. എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള മീനൊക്കെ എനിക്ക് മനസ്സിലാവും. ഇത് ഇവർ കറക്റ്റായിട്ടാണ് സോർട്ട് ചെയ്ത് വാഷ് ചെയ്തൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ കുറേ വേസ്റ്റ് ചതഞ്ഞ് വരുന്ന കുറേ മീനുണ്ടാവും, ഇതിനകത്ത് കിടന്ന് ചതഞ്ഞ് പോകുന്നത്. അതിനെല്ലാം കൂടി വേസ്റ്റായിട്ട് വളത്തിനൊക്കെ കൊടുക്കാനായിട്ട് സെപ്പറേറ്റ് ബോക്സുകളിലാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം അയല ആൻഡ് ഇതെല്ലാം ഓൾറെഡി ലേലത്തിൽ വിളിച്ചിട്ട് വിൽക്കാൻ വെച്ചിരിക്കുന്ന. ആ, ഇത് ഓക്കെ, ചെറിയ നെമ്മീന്, കോരയുണ്ട്, പിന്നെ ചീലാവ് കുട്ടിയുണ്ട്, ചെമ്പല്ലി, അതായത് റെഡ് സ്നാപ്പർ, വൈറ്റ് സ്നാപ്പർ എല്ലാം. വളരെ കോപ്പറേറ്റീവ് ആണ്, കുഴപ്പമൊന്നുമില്ല. കയ്യിലൊക്കെ എടുത്ത് നോക്കിക്കോളൂ എന്ന് പറയുന്നത്. നെമ്മീനൊക്കെ നോക്കിയേ, അടിപൊളി. ഇവിടെ ശ്രദ്ധിച്ച് നടക്കണം, നിൽക്കണം. കാരണം ഒരുപാട് അവരിങ്ങനെ കുട്ടയിലും മറ്റേ ബോക്സിലൊക്കെ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴെ വീഴും. അപ്പോൾ അവർക്ക് ജോലിയുടെ ഭാഗമല്ലേ, നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം, അല്ലെങ്കിൽ തലയിൽ വെള്ളം വീഴും. ഇവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലാണ് ഞാനിത് കവർ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, രക്ഷയില്ല കേട്ടോ, അടിപൊളി ഫിഷ്. നമ്മൾ കാണാത്ത മീനുകൾ. അയ്യോ, പിന്നെ ആവോലി തന്നെ രണ്ടും കൂടെ കളർ മിക്സ് ചെയ്ത് ഗ്രേ കളറിൽ വന്നാട്ടോ, വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ്. ഓരോ മീനിന്റെ പേര് വ്യത്യസ്തമാണ്, അത് നമുക്ക് പറഞ്ഞുകൾ കണ്ടോളൂ. നല്ല സ്കിന്നില്ല. ഓ, സ്കിന്ന് കളയാതെ കഴിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. നെമ്മീനെ നോക്കിയേ, കുട്ടി നെമ്മീൻ. ഈ സൈഡ് നോക്കിയാൽ നല്ല കുറേ മീൻ, വലിയ ആവോലീസ്, പിന്നെ അത് തേർഡ് പോലത്തെ മീൻ. ഇവിടുത്തെ ക്രൗഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്രൗഡാണ്. രാവിലത്തെ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയമല്ലേ. ഞണ്ടിന് ജീവനുണ്ട് കേട്ടോ, കുറച്ച് ഞണ്ടൊക്കെ ചെറുതാണ്, പക്ഷെ മൂവ് ചെയ്യുന്നുണ്ട്. ഫ്രഷ്, അത്രത്തോളം ഫ്രഷ് ആണെന്ന് അർത്ഥം. ഇതെവിടെ ക്ലീനിങ്ങിൻ്റെ സ്ഥലമാണ്, അതേ നോക്കിക്കോളാം. ലേഡീസ് ഇങ്ങനെ നിരന്നിരിക്കുന്നു. കുട്ടക്കണക്കിന് മീൻ കൊണ്ട് കൊടുത്തിരിക്കുക ക്ലീൻ ചെയ്യാനായിട്ട്. എനിക്കൊണ്ട് ഹോട്ടലിൻ്റെ ആൾക്കാരൊക്കെ ആയിരിക്കും, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്. ഇതെല്ലാം ഹോട്ടലുകാർ ഒരുപാട് മേടിച്ച് കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ക്ലീനിങ്ങിന്. അവരങ്ങനെ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഇതെല്ലാം ഹോട്ടൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ, ദാറ്റ് ഈസ് റെസ്റ്റോറൻറ്റേഴ്സ്. അവർക്ക് കുറച്ചൊന്നും പോരല്ലോ, അപ്പോൾ കുറേ മേടിക്കും ഇവിടുന്ന് ലേലത്തിന്. അവർ വന്നിട്ട് ക്ലീനിങ്ങിന് വെറുതെ കൊടുക്കും, കട്ടിങ്ങിന്. ഇവിടം തൊട്ട് അവിടം വരെ അത് തന്നെയാണ്. ഈ ഒരു ഹോൾ സ്ട്രിപ്പ് ഇതെല്ലാം ലേഡീസ് ഇതിനു വേണ്ടി മാത്രം. പക്ഷെ എന്ത് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് നോക്കിയാൽ, സിസേഴ്സൊക്കെ വെച്ചിട്ട് ഇവിടെ സയൻറ്റിഫിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇത്രയും ഇതേ കവേഴ്സിനകത്ത് ഇരിക്കുന്ന മുഴുവൻ ക്ലീൻ ചെയ്യാനുള്ള കേട്ടോ. അവരിങ്ങനെ മേടിച്ചുകൊണ്ട് കൊടുത്തിരിക്കുകയാണ് ഇതെല്ലാം. ഇറ്റ്സ് ഓൾ ഫോർ ക്ലീനിങ്.
കട്ട് ചെയ്ത് അവരിങ്ങനെ കൊടുക്കും. അപ്പോൾ ഈ ഒരു ഫിഷിംഗ് ഹാർബറിൽ വന്നാൽ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ഒന്ന് ബോട്ടിൽ വരുന്ന കാഴ്ചകൾ, മീനിങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നു, ഇവിടെ വലിയ ബോക്സുകളിലും കുട്ടയിലൊക്കെ ഇറക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ലേലത്തിൽ വിൽക്കുന്നു. ഒരു ബഹളമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ റീറ്റെയിലേഴ്സ് വാങ്ങാൻ വരുന്നു, പിന്നെ ഹോട്ടലുകാർ റെസ്റ്റോറൻറ്റേഴ്സൊക്കെ മേടിക്കുന്നു. അപ്പോൾ അതൊരു സൈഡിൽ നടക്കുന്നു. പിന്നെ അതിൽ തന്നെ റീറ്റെയിലായിട്ട് വിൽക്കാനായിട്ട് കുറേ ലേഡീസും ആണുങ്ങളും ഒക്കെ മേടിക്കുന്നു. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ മേടിച്ചവർക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുള്ള, എനിക്ക് തോന്നുന്നു ഒരു 10-100 സ്ത്രീകൾ, ഒരു 50 പേരെങ്കിലും മിനിമം കാണും. അവരതുകൊണ്ട് അതാണ് അവരുടെ ജീവിതം. അപ്പോൾ രാവിലെ വന്നാലൊരു 10-11 മണിയാകുമ്പോൾ തീരും തോന്നുന്നു വർക്കല്ല. അത് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പോകാമല്ലോ. അത് അതിനിടയ്ക്കൂടി പിന്നെ കൂന്തലും ക്ലീൻ ചെയ്യുന്നുണ്ട്. കണവ, മാന്തൾ ഒരു സൈഡിൽ, കൊഞ്ച്, കൂന്തൽ. ഇത് ക്ലീൻ ചെയ്ത മാന്തളാണ്, സ്കിന്നെല്ലാം മാറ്റിയത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഒരു കുട്ട ആകാറായി. ഇനി കുറേ ഉണ്ട് അവർക്ക് ജോലി, രാത്രിയും കൂടി ഉണ്ട്. പിന്നെ അയല ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ, അതെല്ലാം സിസേഴ്സ് വെച്ചിട്ട് നോക്കിയാൽ വയറിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ട്. ഇവരുടെ ഒരു കത്തി കണ്ടോ ക്ലീനിങ്, ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ, അത് കാലിൽ ചവിട്ടി പിടിച്ച് ചെയ്യുന്ന ആ ടൈപ്പ് കത്തിയാണ്. ക്ലീനിങ് സെക്ഷനിലെ ഒരേ ഒരു മലയാളിയാണ്. ആ അതന്നെ എന്താ പേര് ചേട്ടന്? കുഞ്ഞാമത്. മലയാളി. എവിടെയാ? കേരളത്തിൽ എവിടെയാ? പാലക്കാട് ജില്ല, പട്ടാമ്പി. ഓക്കെ, കുഞ്ഞഹമ്മദ്, പട്ടാമ്പി. ഇവിടെ വേറെ ആരും മലയാളിയില്ല ഈ സെക്ഷനിൽ? ആണുങ്ങളുടെ ഈ ഒരു കട്ടിങ് സെക്ഷനിൽ ഒരേ ഒരാളേ ഉള്ളൂ. പാലക്കാട് പട്ടാമ്പി ഭാഗത്തു നിന്നാണ്. അത് കുറച്ച് ആണുങ്ങളുണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ടേബിൾ ഇട്ടിട്ട് വലിയ 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 മീനുകളൊക്കെ കട്ട് ചെയ്ത് പീസാക്കി കൊടുക്കുന്നത്. കേരള? മലയാളി. അത് ചോദിക്കാം. ആ ഇതിങ്ങനെ നോക്കൂ, നമ്മൾ എന്താ പറയുക, ചിരവയിലിരിക്കില്ലേ, ചിരവ. ആ അതന്നെ, ആ ചിരവ പോലെയാണ് അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന കത്തി. സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. എക്സ്പേർട്സ്, ക്ലീനിങ് എക്സ്പേർട്സ്. അവിടെ ഒരാൾ ചിരിച്ചോണ്ടിരുന്നത് ചെയ്യുന്നത്. കുറേ ഇത്രയും കവറുകളിരിക്കുന്ന മീൻ ക്ലീൻ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ചെതുമ്പിലൊക്കെ ഇങ്ങനെ ആക്കി ഇളക്കിയിട്ട് തലയുടെ ഭാഗം വന്നിട്ട് ഇങ്ങനെ മണ്ട വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സൈഡ്സ് കട്ട് ചെയ്ത് സോ ഫാസ്റ്റ്. ഇത് നോക്കി, ഈ കവേഴ്സിലിരിക്കുന്ന മുഴുവൻ അവർക്ക് ക്ലീൻ ചെയ്യാനുള്ള ജോലിയാണ്. ഈ സ്പീഡിൽ പോയാലേ കാര്യമുള്ളൂ. ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരിക്ക് കുറേ ഉണ്ട് ചെയ്യാനായിട്ട്. ഇവരെല്ലാം കൂടുതൽ ഫാസ്റ്റായിട്ട് ചെയ്യും. ഇവർക്കും എല്ലാം കുറേ ഉണ്ട്. സിൽവർ ഫിഷ്, എനിക്കറിയില്ല, ഇത് നെത്തോലിന്ന് പോലെ തോന്നും, കുറച്ചുകൂടെ പക്ഷെ പരന്നതാണ്. ഇതിൻ്റെ മലയാളം പേരറിയാമെങ്കിൽ പറയുക. നല്ല പ്രായമായ ഒരു ലേഡിയാണ്. പുള്ളിക്കാരിയും വർക്കിംഗ് ആണ്. ആലോചിച്ചു, എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് ഫിഷ് ക്ലീനിങ് ഏരിയ, കട്ടിങ് ആൻഡ് ക്ലീനിങ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് അവരുടെ ഒരു തൊഴിൽ മേഖലയാണ്. പക്ഷേ അവർ വളരെ ഫ്രണ്ട്ലി നേച്ചറാണ്, ഒരു കുഴപ്പമില്ല. അവരിങ്ങനെ ചിരിച്ച് നമ്മളെല്ലാം വർത്തമാനമൊക്കെ പറയുന്നുണ്ട്, എവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ വിശേഷങ്ങൾ. പക്ഷേ ഇഷ്ടംപോലെ മീൻ. എനിക്ക് സത്യമായി ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബിഗസ്റ്റ് ഹാർബർ, ലൈക്ക് ഫിഷിംഗ് ഏരിയ, ഫിഷിംഗ് ഹാർബർ, ബോട്ടിൽ വരുന്നു, ഇത്രയും ആളുകൾ, തൊഴിലാളികൾ, ആക്ടിവിറ്റീസ്, വെറൈറ്റി ഓഫ് ഫിഷ്, പിന്നെ ലാഭവും. അപ്പോൾ ഒന്ന് മംഗലാപുരം വരെ വന്നാലോ അല്ലേ? നാട്ടിൽ നിന്ന് വണ്ടി പിടിച്ച് വന്നാലും തിരക്കേണ്ടല്ലോ. പക്ഷേ ഇതെങ്ങനെ കൊണ്ടുപോകും? അത് ഇവിടുന്ന് വലിയ ഐസൊക്കെ വെച്ച് പാക്ക് ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുപോകാം. അങ്ങനെയാണല്ലോ ഇവിടെ ഈ ലോറീസൊക്കെ കൊണ്ടുപോകണേ. ഇതെല്ലാം ഈ കിടക്കുന്ന വാഹനങ്ങളെല്ലാം മീൻ കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്നതാണ്. ഈ കണ്ടെയ്നറൊക്കെ നിറഞ്ഞു കഴിഞ്ഞു, അതാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും കയറ്റി. ഇവിടെ ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ് ഈ കാണുന്നത്. ഒരു വലിയൊരു ലോകമാണ്. വലിയൊരു എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടാലും തീരില്ല, മതിയാവില്ല. ഇപ്പോൾ സമയം 8 മണി. ഞാനൊരു 7:15 ആയപ്പോൾ 7:30 എത്തി. അരമണിക്കൂർ കറങ്ങിയപ്പോൾ തന്നെ ഇത്രയും ആക്ടിവിറ്റീസ് കാണാൻ സാധിച്ചു. ഇതെനിക്ക് തോന്നുന്നു 10-11 മണി വരെ. ഇത്രയും തിരക്കൊരു 9:30-10 വരെ പോവാൻ അത്രയാണോ എന്നറിയില്ല. എന്തായാലും ഒരു 1 hour കൂടി ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇതെല്ലാം ഫിഷ് കൊണ്ടുപോകുന്ന വണ്ടികളാണ്, ചെറുതും വലുതും. ഇതൊക്കെ ചെറിയ പെട്ടി, ഓട്ടോ ടൈപ്പ്. ഇതെല്ലാം കണ്ടെയ്നേഴ്സിൽ, ബോക്സുകളിൽ മീൻ മേടിച്ച് അവർ കൊണ്ടുപോകാൻ. നമ്മളിപ്പോൾ ഏകദേശം വന്നു. ഇവിടെ എല്ലാം കുറേ മിനി ലോറീസ് ആർ വെയിറ്റിംഗ്. അവർക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് അവരുടെ ആൾക്കാരെ ലേലത്തിലെല്ലാം പിടിച്ച് വെച്ചിട്ട് അവർക്കൊരു പോയിന്റ് ഉണ്ട്. അവിടെ നിന്നാണ് ലോറിയിലൊക്കെ വലിയ കണ്ടെയ്നർ ലോറീസ് കയറ്റണമെങ്കിൽ അതിനൊരു പ്രത്യേക എൻക്ലോഷറുണ്ട്. അവിടെ നിന്നാണ് കയറ്റുന്നത്. ഒരു ഹൈറ്റ് വേണം. അതെല്ലാം നല്ല ഫ്രീസർ യൂണിറ്റൊക്കെയാണ് അതിനകത്തേക്ക് കയറ്റിയിട്ടാണ് പല ദേശങ്ങളിലേക്ക് പോകുന്നത്. ഇൻ്റർ സ്റ്റേറ്റ് യാത്രകളുണ്ടാകും. പിന്നെ ഇൻസൈഡ് കർണാടക പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാകും. ഇത് വേറെ ഒരു ലോകമാണ് കേട്ടോ. രാവിലെ മുതൽ ഉച്ച വരെ ഒരു പ്രത്യേക ലോകമാണ്. ഉച്ചയല്ല, ഒരു 10. അത് കഴിഞ്ഞ് വന്നാലും ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഈ ഒരു തിരക്കുണ്ടാവില്ല. ഇത് ഐസ് പ്ലാന്റ്, ഒരു വലിയ ഐസ് പ്ലാന്റ് തന്നെയുണ്ട് ഇവിടെ. ഓക്കെ, ഇനി ഓട്ടോ പിടിക്കണം. അതൊരു വലിയ ടാസ്ക്കാണ്. വണ്ടികളിൽ കയറ്റുന്നത് കണ്ടോ?
ഇത് കുറച്ചുകൂടെ ചെറിയ വണ്ടിയാണ്. എല്ലാത്തിനും ആളുണ്ടാവും, പൈസ കൊടുക്കാൻ ആളുണ്ടാവും. ഇവരെല്ലാം ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. ഐസൊക്കെ ഇട്ടിട്ടേ ബോക്സ് ആയിട്ട് ചെറിയ പെട്ടിയോട്ടോ വലിയ പെട്ടിയോട്ടോ മിനി ലോറി, പിന്നെ കണ്ടെയ്നർ ലോറീസ് ലൈക്ക് ഫ്രീസർ യൂണിറ്റുള്ള വലിയ കണ്ടെയ്നർ ലോറി. അപ്പോൾ ഓരോ സ്ഥലത്ത് എവിടെയാണ് കൊണ്ടുപോകുന്നത് അതനുസരിച്ചിട്ടുള്ള വാഹനവും അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടുള്ള വാഹനം, ആ രീതികൾ. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഐസിൻ്റെ ഏരിയാസ് ഉണ്ട് കേട്ടോ. ഐസ് ക്രഷർ യൂണിറ്റ്സ് ഉണ്ട്, ക്രഷ് ചെയ്തിട്ട് കൊടുക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എല്ലാ ഐസ് പ്ലാന്റ്സ് ആണ്. ഷുഗർ ഐസ് പ്ലാന്റ്, റോയൽ വൺ, റൂബി, ഇവർക്കെല്ലാം ഭയങ്കര ബിസിനസ് ആയിരിക്കും. ഐസ് കച്ചവടം നടത്തുന്നവർക്ക് നല്ല കോളാട്ടോ. ഇവിടെ കുറച്ച് ഉണക്കമീൻ്റെ ഒരു കളക്ഷൻ കാണുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. ഇതും അതിൻ്റെ ഹോൾസെയിലാണ് തോന്നുന്നു. ഈ ഷെഡിനകത്ത് മൊത്തം ഉണക്കമീൻ കളക്ഷനാണ്. എൻ്റെ അമ്മേ, എൻ്റെ ഫേവറേറ്റ് ഏരിയ എത്തിയല്ലോ. വാവ്, എല്ലാം ഉണ്ട്. അയല, കോര, എന്താണ് മുരള്, പിന്നെ വാളക്കരുവാട്. അങ്ങനെ നമ്മൾ എൻട്രൻസ് വരെ നടന്നു. ഇതിൻ്റെ ഒരു ആർച്ചുണ്ട് അകത്തോട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് അവിടെ വാഹനത്തിന് എന്തോ ചെറിയ പാസ്സൊക്കെ എടുത്തിട്ടാണ് കയറണ്ടേ, പൈസ കൊടുത്ത്, ചെറിയ പൈസ. ഇത് ഫോട്ടോ സ്റ്റാൻഡ് എത്തി. ഇവിടെ സീനിയോറിറ്റി അനുസരിച്ച് നമുക്ക് പിടിക്കാം. ഇത്രയും സീ ഫുഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സീ ഫുഡ് ലഞ്ച് കഴിക്കാനൊരു മോഹം. അപ്പോൾ ഇനി തിരിച്ച് പോയിട്ട് ഡ്രസ്സൊക്കെ മാറി സാരിയൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു ഉച്ചയോടുകൂടി മച്ചിലി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ അവിടെ നല്ല സീ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് വെങ്കൂര്. ഇപ്പം നേരെ താമസിക്കുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ വേഷമൊക്കെ മാറി വീണ്ടും ഇറങ്ങിയിരിക്കുന്നു. നല്ല നട്ടുച്ച വെയിലത്ത് 12 മണി സമയം. 12 o'clock. ഊഹിക്കാം ഇവിടുത്തെ ചൂട് എന്താണെന്ന്. ഗ്ലാസ്സൊക്കെ വെച്ച് ഇറങ്ങിയിരിക്കുന്നു, കാര്യമില്ല. ഇവിടുത്തെ ഫേമസ് ഒരു കടയാണ് മച്ചിലി. ലഞ്ച് സ്പോട്ടാണ്, സൂപ്പർ ലഞ്ച് സ്പോട്ട്. നിറച്ച് നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തും പോകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഓരോ സ്ഥലത്തിൻ്റെ വ്യത്യാസമാണല്ലോ. അവരുടെ ഒരു ഫുഡ് ഹാബിറ്റ്സ് എന്താണ്, അവിടെ കിട്ടുന്ന റീജിയണലായിട്ടുള്ള ഭക്ഷണം എന്താണ്, അവിടുത്തെ എന്താ കൂടുതൽ കിട്ടുന്നത് അതനുസരിച്ചിട്ടായിരിക്കും. ഇവിടെ കംപ്ലീറ്റ് സീ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ, ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെജിറ്റേറിയനാണ്. അതായത് ഉടുപ്പി മംഗലാപുരം സെക്ടറിലെല്ലാം ഒരു വെജിറ്റേറിയൻ ഇതുമുണ്ട്, സീ ഫുഡിൻ്റെ ഒരു ഭക്ഷണം ഒരു ക്രമമുണ്ട്. അപ്പോൾ സീ ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. വീക്കെൻഡ് പ്രശ്നമാണ്. മച്ചിലി ഇവിടെ ടോക്കൺ എടുത്തിട്ട് ആൾക്കാരിങ്ങനെ വെയിറ്റിംഗ് ആണ്. ഒരാൾ ഇറങ്ങുമ്പോൾ ആ സീറ്റ് പിടിക്കാനായിട്ട്. പക്ഷെ എന്തായാലും അവരോടൊന്ന് ചോദിച്ചു, നമുക്കൊരു സീറ്റ് എന്തെങ്കിലും കിട്ടിയാൽ കയറാം. അപ്പോൾ സീറ്റ് തരാമെന്ന് പറഞ്ഞു, കയറാം. വെൽക്കം ഡ്രിങ്ക് മോരാണ്. എൻ്റെ ദൈവമേ, ഈ ചൂടത്ത് വരുമ്പോൾ കൂൾ മോര് കുടിക്കുമ്പോൾ ഒരു സുഖം. പക്ഷേ മോരിന് എരിവാണ്. ടോക്കൺ എടുത്ത് വെളിയിരിക്കുകയാണ് ആൾക്കാർ. വിളിച്ചാൽ മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. 12:30 ആയപ്പോൾ തന്നെ ഈ ക്രൗഡ്. ഇത് കുറേ ഒരു 3 മണി വരെ 4-3:30 വരെ ഇങ്ങനെയായിരിക്കും. ഇത് സീ ഫുഡിൻ്റെ ഒരു പാരഡൈസ് എന്ന് തന്നെ പറയാം. ഒരുപാട് ഐറ്റംസ്. ഫിഷ്, പ്രോൺസ്, സ്ക്വിഡ്, ക്രാബ്, ബോൺലെസ് ക്രാബുണ്ട്, ചിക്കനുണ്ട്. പക്ഷേ ചിക്കൻ അപ്പുറത്തേക്കാണിത് ഫിഷ്. ഇവിടെ മാംഗ്ലൂരിലെ ഏറ്റവും സ്പെഷ്യൽ എന്താ അറിയോ? ചിക്കൻ്റെയൊക്കെ ഗീ റോസ്റ്റ്, ചിക്കൻ ഗീ റോസ്റ്റ്, പ്രോൺസ് ഗീ റോസ്റ്റ്, ഇങ്ങനെ പല ചിക്കൻ സുക്ക എനിക്ക് മാംഗ്ലൂരിയൻ ഡിഷാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇന്നത്തെ ഫിഷ് എന്ന് പറഞ്ഞാൽ കിങ് ഫിഷിന് അഞ്ചൽ എന്നാണ് പറഞ്ഞത്. വഞ്ചി പറഞ്ഞാൽ വൈറ്റ് പോംഫ്രറ്റ്, നമ്മുടെ വെള്ളാവൂലി. ബങ്കടേസ് അയല എൻ്റെ ഫേവറേറ്റ്. കാണേ ഫിഷ്, ലേഡി ഫിഷ്. കോടൈ അതെന്താണെന്ന് എനിക്കറിയില്ല. സോൾ ഫിഷ് ഉണ്ട്, ബട്ടർ ഫിഷ് ഉണ്ട്, ഇങ്ങനെ കുറേ ഫിഷുകളുണ്ട്. സാർഡൈൻ ഉണ്ട് കേട്ടോ. അതിന് പറയുന്ന ബുത്തായി, മത്തിക്ക് സ്മോൾ സാർഡൈൻ ഉണ്ട്, കൊച്ചുമത്തിയുണ്ട്. ഇതെല്ലാം തന്നെ തവ ഫ്രൈ ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും പറയാം. മസാല ഫ്രൈ, തവ ഫ്രൈ, ഗീ റോസ്റ്റ്, ഡീപ് ഫ്രൈ, റോ ഫ്രൈ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങാം. കാണി ഫിഷ് എന്ന് പറഞ്ഞാൽ ലേഡി ഫിഷ്. അതിൻ്റെ റവ ഫ്രൈ നല്ലതാണ്, ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ മാക്രയിൽ, നമ്മുടെ അയലയുടെ ബങ്കട നല്ലതാണ്. പുളിമൂഞ്ചി എന്ന് പറയുന്ന ഒരു കറി കേട്ടോ. പുളിമൂഞ്ചി, ബങ്കട പുളിമൂഞ്ചി പറയാൻ വേണമെങ്കിൽ. ബങ്കട അയല പുളിമൂഞ്ചി.
ഫിഷ് ഏത് തരം? ಅಂಜಲುಂಟು ಮಾಂಜಿ ಬಂಗುಡ ಪುಟ್ಟೆ ಡಿಸ್ಕೋ ಮುರು അഞ്ചൽ ഇസ് കിങ് ഫിഷ്. കിങ് ഫിഷ് അയക്കുറ തവ ഫ്രൈ പറയാം അല്ലേ? ഒരു തവ ഫ്രൈ. പിന്നെ കാണെ ഫിഷ്, കാണെ റവ. ഓക്കെ. പിന്നെ നമുക്ക് പ്രോൺസ് എന്താ പറയണ്ടേ? ഗീ റോസ്റ്റാ? അല്ല, ഗീ റോസ്റ്റ് പറഞ്ഞാലോ? ഒരു പ്രോൺസ് ഗീ റോസ്റ്റ്. പിന്നെ കറി ആയിട്ട് ബങ്കടി പുളിമൂഞ്ചി. നമ്മുടെ മീൽസ് എത്തി കഴിഞ്ഞു. ഇത് മീൽസ് എന്ന് പറഞ്ഞാൽ മതി, നോൺ വെജ് മീൽസ്. കൊണ്ടാട്ടം, കുറച്ച് വറുത്തത്, കുറച്ച് കറികൾ, ഒരു ഫിഷ് കറി എന്തായാലും അതിനകത്തുണ്ട്. ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ കാര്യങ്ങൾ. അഞ്ചൽ ഫിഷ്. അഞ്ചൽ എന്ന് പറഞ്ഞാൽ നെമ്മീനാണ്. ഇത് പ്രോൺ ഗീ റോസ്റ്റ്. പുളിമൂഞ്ചി, അയല പുളിമൂഞ്ചി എന്ന് പറയുന്ന കറിയാണ്. ഇത് ഒരു വലിയ അയല രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ഗ്രേവി, നല്ല തിക്ക് ഗ്രേവി. ഇനി കാണെ ഫ്രൈയും കൂടി വരാനുണ്ട്. ലേഡി ഫിഷ്. ഈ ലേഡി ഫിഷ് കിട്ടണമെങ്കിൽ ഇവിടെ വരണം. പിന്നെ അല്ലെങ്കിൽ ബോംബെയിൽ ഒരു കടയിലുണ്ട്, അടിപൊളിയാണ്. അവിടെയും ഇതുപോലെ ലേഡി ഫിഷിൻ്റെ റവ ഫ്രൈ ആണ്. ഇവിടെ ഇത് സെയിം പാറ്റേൺ അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. കുറേ ചൊല്ലി ഇനി ഒഴിക്കാനുള്ള കാര്യങ്ങൾ അവർ കൊണ്ടുവരും. ഇത് വെളുത്തുള്ളിയും ഗാർലിക് ആൻഡ് ചില്ലി വെച്ചിട്ടൊരു ചട്നി. ഇതൊരു ചെറിയ കൊഞ്ചിൻ്റെ പീര പോലെ ഒരു കാര്യം. പിന്നെ ഇത് ഫിഷ് അയലയുടെ എന്നാ പറയുന്നത്. ഓക്കെ. ഒരു അച്ചാറ്, പിന്നെ ഒരു മെഴുകുവരട്ടി പോലെ പയറിൻ്റെ ഒരു സാധനം അച്ചിങ്ങ. ദിസ് ഇസ് ദ കൊണ്ടാട്ടംസ്. ഈ ഫിഷ് ഗ്രേവിയാണ്. ഫിഷ് ഗ്രേവി, രസം, ദാല്, ഗ്രേവി ആൻഡ് രസം. ഇപ്പോൾ തൽക്കാലം എനിക്ക് കുറച്ച് ഗ്രേവി, കുറച്ച്. ഇതിപ്പോൾ ഒരുപാട് ചോറാണ് കേട്ടോ, അത് വേസ്റ്റായിപ്പോൾ. അവർ പക്ഷേ ഇങ്ങനെ കൊണ്ടിടുന്നത് എന്ത് ചെയ്യാനാ? ഇവരുടെ ഗ്രേവിയുടെ ആവശ്യമില്ല. നമ്മുടെ പുളിമൂഞ്ചി ഉണ്ട്, അതിൻ്റെ ഗ്രേവി ഉണ്ട്. സാധാരണ ഒരു കറി. ഓക്കെ, ഗ്രേവി ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് മീൽസിൻ്റെ കൂടെ. നമ്മൾ ഇതാ അതിൻ്റെ കളർ നോക്കിയേ. ഇവിടുത്തെ ആ കാശ്മീരി റെഡ് ചില്ലി പോലെ വെച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്ര ഒരു ബ്യൂട്ടിഫുൾ കളർ. ഇതാണ് ലേഡി ഫിഷ്. കാണ ഫ്രൈ, റവ ഫ്രൈ. റവയിൽ കൂട്ടി ചെയ്ത് ഫ്രൈ ചെയ്താണ്, ഡീപ് ഫ്രൈഡ്. നാരങ്ങയുടെ നീരിങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കും. ലൈക്ക് എ സ്റ്റാർട്ടർ. നെമ്മീൻ തവ ഫ്രൈ. ഈ മസാലയാണ് വളരെ സ്പെഷ്യൽ. ആൻഡ് ദ ഫിഷ് അതായത് ഫ്രഷ് ആയിട്ടുള്ള ക്യാച്ച്. ഇതൊരു കോസ്റ്റൽ ബെൽറ്റ് ആയതുകൊണ്ട് രാവിലെ തന്നെ ഇഷ്ടംപോലെ മീൻ പിടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇഷ്ടംപോലെ ഫ്രഷ് ആയിട്ടുള്ള മീൻ. അത് നേരെ ഇവിടെ വരുന്നു, ഫ്രഷായിട്ട് ഉണ്ടാക്കുന്നു. ഇവരെല്ലാം ഫ്രഷായിട്ടുള്ള മത്സ്യം മാത്രമേ കൊടുക്കുള്ളൂ. അപ്പം നല്ല മത്സ്യത്തിൽ വെറുതെ പുഴുങ്ങി കഴിച്ചാലും നല്ലതാണ് ഫ്രഷ് ഫിഷ് എന്ന് പറയുമ്പോൾ. അതിലൊരു നല്ല ടേസ്റ്റി മസാലയും കൂടി ആകുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. കാണ ഫിഷ് ഫ്രൈ. ഒരു വൈറ്റ് ഫിഷ് കേട്ടോ, ലേഡി ഫിഷ്. ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. 250 രൂപയാണ് ഒരു കാണ ഫിഷ്. അത്രയും എക്സ്പെൻസീവാണ്. സോ അതിൻ്റെ ഫ്രഷസ് ആണെന്ന് മനസ്സിലായത്. വെരി നൈസ്, വെരി നൈസ്. ഗംഭീരം. നല്ലൊരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ മീനെല്ലാം തന്നെ മസാല ഫ്രൈ വേണമെങ്കിലുണ്ട്, ഡീപ് ഫ്രൈ ഉണ്ട്, തവ ഫ്രൈ. ഓക്കെ, അപ്പോൾ വരിക, കഴിക്കുക. ഇവിടെ വന്ന മാംഗ്ലൂർ വന്നാൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആൻഡ് മസ്റ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്യേണ്ട കുറച്ച് വിഭവങ്ങളുമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഏകദേശം അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തോന്നുന്നു. നമ്മുടെ ഗീ റോസ്റ്റിൻ്റെ കൂടി പറഞ്ഞുതരാം. പ്രോൺ ഗീ റോസ്റ്റ്. ഓ, രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഒതൻറ്റിക് മാംഗ്ലൂരിയൻ സ്റ്റൈലിലെ ഭക്ഷണം, സീ ഫുഡ്. ആടിപ്പോയി. കഴിച്ചു തീർക്കട്ടെ. നല്ല തിരക്കുണ്ട് ഇവിടെ. അധിക സമയം ഇരിക്കാൻ പറ്റില്ല. അടുത്ത ആൾക്കാർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാം.
ആൾക്കാരെ പേര് പറഞ്ഞ് വിളിച്ചാണ് അകത്ത് കയറ്റത്. തിരക്ക് നോക്കിക്കോളൂ, തിരക്ക്. ദൈവമേ, നമുക്കൊരു സീറ്റ് കിട്ടിയത് കഴിക്കാൻ പറ്റിയത് തന്നെ ഭാഗ്യം. ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറുന്നതിന് മുന്നേയും തിരക്കായിരുന്നു. ഇപ്പോൾ ഒരു 1:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കൂടിക്കൂടി വരുന്ന ആളുകളിങ്ങനെ റഷ് ചെയ്യുവാണ്. ഇരിക്കാൻ സ്ഥലമുണ്ട്, അത് കൂടാതെ നിൽക്കുന്നു എത്ര പേര്. ടോക്കൺ എടുത്തവരിങ്ങനെ അപ്പോൾ ഓരോരുത്തരായിട്ട് സീറ്റ് ഒഴിയുന്നതിനനുസരിച്ച് പേര് പറഞ്ഞാൽ പേര് എഴുതി കൊടുക്കണ്ട കേട്ടോ. റോഡിൽ തന്നെ ബ്ലോക്ക്. നോക്കിയേ, ഒരു കട രക്ഷപ്പെട്ടാൽ എന്തല്ലേ, ഒരു പേരായി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലാത്ത ക്രൗഡായിരിക്കും. അപ്പോൾ നല്ല ഭക്ഷണം വിളമ്പിയാൽ ആളുകൾ തേടിയെത്തും. അപ്പോൾ ഒരു ഗംഭീരമായ ലഞ്ചെല്ലാം കഴിഞ്ഞ് നട്ടുച്ച നേരത്ത് എല്ലാ വെയിലും ശരീരം ആവാഹിച്ചെടുത്തു കഴിഞ്ഞു. തിരിച്ച് ഞാൻ ഹോട്ടലിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. ഇന്നൊരു ബിസി ഡേ ആയിരുന്നു. രാവിലെ ഒന്നും തുടങ്ങിയതാണ്. കംപ്ലീറ്റ് ഒരു സീ ഫുഡ് ഡേ ആണ്. ഈ മാംഗ്ലൂരിൻ്റെ പ്രത്യേകതയാണല്ലോ, ഇറ്റ്സ് എ കോസ്റ്റൽ പ്ലേസ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ മാറി വീണ്ടും ഇറങ്ങും. കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് 1 hour കഴിഞ്ഞിട്ട് അത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ